ഒരു വർഷം മുമ്പേ എനിക്കൊരു ചെറിയൊരു വയറുവേദന പോലെ തോന്നിയിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുത്തൽ പോലെ. അപ്പം ഞാൻ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫാറ്റ് കുറച്ച് വീക്കം, ഫാറ്റിന് നമ്മുടെ ലിവറിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം ഫാറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല, നീ കുറച്ച് തടി കുറക്കണം, നിങ്ങൾ കുറച്ച് തടി കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ നമ്മുടെ ഭക്ഷണ രീതിയിൽ ചില മാറ്റങ്ങൾ. അപ്പോൾ രാവിലെ ഒരു 69 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 കിലോളം എൻ്റെ കൂടുതലാണ്, എൻ്റെ നീളത്തിനനുസരിച്ച് ഒരു 10 കിലോ കൂടുതലാണ്. അപ്പോൾ അത് കുറക്കേണ്ട ശ്രമമായി. ഇപ്പോൾ രാവിലെ എണീച്ച് ഞാനൊരു 1/4 മണിക്കൂർ നടക്കും. പിന്നെ അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഞാൻ ചപ്പാത്തിയിലേക്ക് മാറി. അതുപോലെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ചോറും 1 കയ്യിൽ ചോറും 1 ചപ്പാത്തി അല്ലെങ്കിൽ 2 ചപ്പാത്തി അങ്ങനെയായി. പിന്നെ കടലക്കറി, പിന്നെ നിലക്കടല കഴിക്കുന്നു. രാത്രി അതേപോലെ തന്നെ ചപ്പാത്തി ആയിരിക്കും, ചപ്പാത്തിയും കറി മത്സ്യക്കറിയും അങ്ങനെ. പിന്നെ ഒരു മുട്ട. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു 2 മാസത്തെ ഭക്ഷണക്രമം. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 10 കിലോ ഒരു 45 ദിവസമാകുമ്പോൾ തന്നെ 10 കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോവാണ്. അങ്ങനെയാണ് ഈ ഒരു കോലത്തിലായത്. അപ്പോൾ ഈ 2 ചപ്പാത്തിയാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ 2 ചപ്പാത്തി അല്ല, രാവിലെ 3 ചപ്പാത്തി കഴിക്കാം. അത് വിശപ്പിനനുസരിച്ചിട്ടാണ്. 2 തൽക്കാലം എടുക്കാം. പിന്നെ ഗ്രീൻ ടീ ആണ്. ഇതാ ഗ്രീൻ ടീ ആണ്. ആദ്യം ആ ഗ്രീൻ ടീന്റെ ബോക്സ് എടുത്തിട്ടോ. അച്ഛൻ്റെ ഗ്രീൻ ടീന്റെ കടലക്കറിയാണ് മാറ്റിയത്. അവയെടുപ്പിക്ക് അത് കടലയല്ല, ഗ്രീൻ പീസ്. ഇത് ഗ്രീൻ പീസ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ 2-3 ഉണ്ട്. ഇതിപ്പം കുറച്ചായി. അപ്പൊ ഇതാണ് രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മുടെ ഉന്മേഷം തരുന്ന കാര്യങ്ങൾ. ഗ്രീൻ ടീ തരണം. ഇന്ന് ഇവിടെ എല്ലാവർക്കും ഗ്രീൻ ടീ ആണ്. അപ്പൊ പിന്നെ ഉച്ചക്ക് നമുക്ക് വേണ്ട ഇത് തന്നെയാണ് നമ്മുടെ ഇത്. പിന്നെ നടക്കും. അപ്പൊ ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ എൻ്റെ 10 കിലോ കുറഞ്ഞു. എൻ്റെ പാൻറ്റൊന്നും എനിക്ക് പാകാണ്ടായി. അങ്ങനെയുള്ള അവസ്ഥയാണ്.